നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഏവരെയും അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ. അതിപ്പോൾ ന്യൂമോണിയ ആണെങ്കിലും ക്ഷയമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ആഫ്റ്റർ കോവിഡ് പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്ന വിഷയം അത് തന്നെയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം SVT ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ അശ്വതി TV നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കോവിഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് വന്നു പോയവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, അതിപൂർണ്ണ എന്താ പറയുക ചുമയായിരിക്കാം, അല്ലെങ്കിൽ കഫക്കെട്ട്. എന്താണ് ഡോക്ടർ പ്രധാനമായും ഈ ഒരു ചൂടുകാലത്താണെങ്കിലും കണ്ടുവരുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ? പ്രധാനമായിട്ടും ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ചെറിയ അണുബാധകൾ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇത് വൈറസ് അണുബാധയാവാം, ബാക്ടീരിയൽ അണുബാധയാകാം. ഇവ ചെറിയ കുട്ടികളിൽ മുതൽ വളരെ പ്രായമായവരിൽ വരെ ഒരുപോലെയാണ് അത് ബാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നതായിട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് ചൂടുകാലത്ത് കാണുന്നത്. ഇത് വൈറസ് ബാക്ടീരിയൽ ഇൻഫെക്ഷനെക്കാട്ടും ഒരു പടി മുന്നിൽ വൈറസുകളാണ് ഇതിൽ കോമൺ ആയിട്ട് കാണുന്നത്. സാധാരണ ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന വൈറസ് അണുബാധകൾ വീട്ടിലുള്ള മറ്റ് മുതിർന്നവർക്ക് പകരുകയും അത് ചെറിയൊരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, മൂക്കൊലിപ്പ്, തുമ്മല്, അതുപോലെ തൊണ്ടവേദന, ഇന്ന് മുതൽ നല്ല ബ്രോങ്കൈറ്റിസ്, അതുപോലെ കഫത്തോട് കൂടിയിട്ടുള്ള ചുമയും, വളരെ അപൂർവം ചിലവർക്ക് അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ന്യൂമോണിയ എന്നുള്ള രൂപത്തിലേക്ക് വരെ പോവാൻ സാധ്യതയുണ്ട് ഈ വൈറസ് ആൻഡ് ബാക്ടീരിയൽ അണുബാധകൾക്ക്. പിന്നെ രണ്ടാമതായിട്ട് നമ്മളുടെ അന്തരീക്ഷ മലിനീകരണം കൂടും, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊള്ളന്റെ അളവ് കൂടുമ്പോൾ അലർജി സംബന്ധമായ അസുഖങ്ങളും അത് ചൂടുകാലത്ത് വളരെയധികം കൂടുതലായിട്ട് കാണും. പിന്നെ ആസ്മ, COPD എന്നീ അസുഖങ്ങൾ ഉള്ളവരിൽ അതിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അത് വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിന്റെ ലക്ഷണങ്ങൾ വളരെയധികം കൂടി വരാനുള്ള സാധ്യതകളും ചൂടുകാലത്ത് ഒരുപാടുണ്ട്. ഇതെല്ലാമാണ് ചൂടുകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. അതുപോലെ ഡോക്ടറെ, മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ശ്വാസകോശ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കഫക്കെട്ട് എന്തുവാണെങ്കിലും മറ്റു രോഗങ്ങളിലേക്ക് ഇങ്ങനെ മാറാനുള്ളൊരു അവസ്ഥകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അറിവാണ്, അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരെ മാറി ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ശ്വാസകോശ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് മാറുന്നത്? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കിപ്പോൾ ഒരു അണുബാധ വന്നു, അത് ശക്തിയുള്ള അണുബാധയാണ്. ഈ അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് കലരുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ഡാമേജ് ചെയ്യും. അതിൽ ഒരു ഭാഗം ഹാർട്ടിനെയും ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒന്ന് അണുബാധ കാരണം കൊണ്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് ഒരുപാട് കാലമായിട്ട് നമുക്കുള്ള ആസ്മ, COPD, ബ്രോങ്കിയക്ടീസിസ്, ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്നിങ്ങനെ പറയുന്ന അനേകം ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ കുറഞ്ഞു പോകുമ്പോൾ അത് നമ്മളുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിലെ സമ്മർദ്ദം കൂട്ടുകയും പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഇതൊരു കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോൾ ഹൃദയം ഒരുപാട് ഓക്സിജൻ സപ്ലൈ വേണ്ട ഒരു അവയവമാണ്. അതിലുള്ള രക്തധമനികൾക്ക് എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോൾ ഹാർട്ട് കൂടുതൽ വീക്ക് ആവാനും സാധ്യത ഉണ്ടാക്കും. ഇതെല്ലാമാണ് ലങ്സിനൊരു പ്രശ്നം വരുമ്പോൾ ഹാർട്ടിനെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പലർക്കും ഇപ്പോഴും അതിനെക്കുറിച്ച് അജ്ഞതയുണ്ട്. ഈ കഫക്കെട്ട് പലപ്പോഴും ഉണ്ടാക്കുന്നത് അന്തരീക്ഷ മലിനീകരണം മാത്രമാണോ, അതിൽ മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ട് ഈ കഫക്കെട്ട് എന്ന് പറയുന്നത്? കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ കഫക്കെട്ട്. കഫക്കെട്ടിന് അനേകം കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അണുബാധ, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന പൊള്ളൻ അല്ലെങ്കിൽ പൂമ്പൊടിയുടെ അളവ് കൂടുക, ഇവ കൂടാതെ നമുക്കുണ്ടാവുന്ന ആസ്മ, അതുപോലെ തന്നെ COPD എന്നുള്ള ഈ അസുഖങ്ങൾ, ജനിതകമായ പലതരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങൾ, മൂക്കിലുണ്ടാവുന്ന അലർജി, മൂക്കിന്റെ 2 ഭാഗത്തുള്ള സൈനസ് ഗ്രന്ഥികളിലേക്ക് ഉണ്ടാകുന്ന അലർജി, ഇവയെല്ലാം കഫക്കെട്ടിന് കാരണമാകും. പുക വലിക്കുന്നവരിൽ, അതുപോലെ തന്നെ വീട്ടിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരുപാട്
ജോലി സംബന്ധമായി പുകയിലും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ എക്സ്പോഷേഴ്സ് വരുന്നവർക്കും ഇതുപോലെ തന്നെ കഫക്കെട്ടുണ്ടാവാൻ ഒരു നല്ല ഒരു സാധ്യതയാണ്. ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കാണപ്പെടുന്നത് എപ്പോഴും അണുബാധകളാണ്. ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം കുറച്ചും കൂടെ ക്രോണിക് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഈ ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ഈ നമ്മുടെ ന്യൂമോണിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളിൽ മരണകാരണം പറഞ്ഞ കൂടുതൽ ആണ് ന്യൂമോണിയ മൂലം. ഈ ന്യൂമോണിയയും ആസ്മയും പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ന്യൂമോണിയ ആണെങ്കിലും ആസ്മയാണെങ്കിലും അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആണെങ്കിലും തമ്മിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ഇത്രയും പ്രശ്നമായി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു സാധാരണ ചുമയോ അല്ലെങ്കിൽ ശ്വാസകോശ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. ഇവരോട് പറയാനുള്ളത് എന്താണ്? ഇത്തരം ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇതില് ഒരു അണുബാധ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയയിലേക്ക് മാറാൻ നമ്മളത് വേണ്ട രീതിയിൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാത്തത് ഒരു കാരണമാണ്. ന്യൂമോണിയ വരുന്ന ഒരു വ്യക്തിക്ക് നല്ല ശക്തിയുള്ള പനി, വിറയലും കുളിരോടും കൂടിയുള്ള പനി, ചുമച്ച് കഫം തുപ്പുക, അല്ലെങ്കിൽ ചില സമയത്ത് ചുമച്ച് തുപ്പുന്നതിൽ റെഡ് കളർ അല്ലെങ്കിൽ ചുവപ്പ് കളർ ഉണ്ടാവുക, പച്ച കളറുള്ള കഫം വരിക, അല്ലെങ്കിൽ വളരെയധികം കഫത്തോട് കൂടിയിട്ടുള്ള ചുമ, ശ്വാസം വലിച്ചു വിടുമ്പോൾ ലങ്സിന് ചുറ്റും ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിച്ചു വിടുമ്പോൾ വേദന വരിക, പ്ലൂറസി എന്ന് പറയും അതിന്. ഇവയെല്ലാം ന്യൂമോണിയയുടെ ലക്ഷണങ്ങളാണ്. ന്യൂമോണിയ വരാൻ സാധ്യത ഏറ്റവും അധികമുള്ളത് പ്രമേഹമുള്ളവരിൽ, അതുപോലെ തന്നെ ഹാർട്ടിന് അസുഖമുള്ളവർക്ക്, കിഡ്നി, അതുപോലെ തന്നെ ലിവറിന് അസുഖമുള്ളവർക്ക്, ക്യാൻസർ പോലത്തെ അസുഖങ്ങളുള്ളവർക്ക്, ഇവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ന്യൂമോണിയ വരാനുള്ള ഒരു സാധ്യത അധികമാണ്. ചെറിയ കുട്ടികളിലാണെങ്കിലും ചെറിയൊരു അണുബാധ വന്ന് അത് നമ്മൾ സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ അത് ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള സാധ്യതകൾ അധികമാണ്. ക്ഷയം കാരണം കൊണ്ട് നമുക്ക് ന്യൂമോണിയ വരാം. ക്ഷയം കാരണം കൊണ്ടുള്ള ന്യൂമോണിയ ആണെങ്കിൽ രാത്രികാലങ്ങളിൽ പനി, അതുപോലെ തന്നെ ചുമ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ഇവയെല്ലാമാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഒന്നിടപെടുകയാണ് ഡോക്ടർ. നമുക്കൊരു കോളറുണ്ട്, ഷീബ പുനലൂർ നിന്നും. ഷീബ പറഞ്ഞോളൂ, ചോദിച്ചോളൂ ഷീബ, ഡോക്ടർ കേൾക്കാം. ഹലോ ഹലോ ഡോക്ടർ, എന്റെ പേര് ഷീബ, എനിക്ക് 30 വയസ്സുണ്ട്. പറഞ്ഞോളൂ ഷീബ. മാം, എനിക്ക് ഒരാഴ്ച കൊണ്ട് ഒരു ജലദോഷം വന്നായിരുന്നു. അപ്പൊ ഈ നമ്മുടെ കണ്ണിന്റെ അവിടെ നല്ല നല്ല വേദനയുണ്ട്. നമ്മള് മൂക്കുച്ചിരുമ്പോ കട്ട പഴുപ്പുമായിരുന്നു. പിന്നെ തൊണ്ടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ശ്വാസം മുട്ടാലും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഈ ലക്ഷണങ്ങളെല്ലാം തുടങ്ങിയിട്ട്? അതെ അതെ. ഓക്കെ. പനിയുണ്ടോ? ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, പനിയായിട്ടുണ്ടായിരുന്നു, മൂക്കടഞ്ഞിരിക്കുക. പനി മാറിയോ അതോ ഇപ്പോഴും പനിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോഴും പനിക്കുന്നുണ്ട് മാഡം. ഓക്കെ. ഇങ്ങനെ പനിയോട് കൂടിയിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം വരുമ്പോൾ അണുബാധ തന്നെയാണ് അതിന് പ്രധാനമായിട്ടും കാരണം. ഇത് സൈനസൈറ്റിസിന്റെ ലക്ഷണവും ഉണ്ട്. ശ്വാസം മുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അണുബാധ കുറച്ചും കൂടെ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് ആന്റിബയോട്ടിക്സ് കഴിച്ച് അതുപോലെ മറ്റ് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക തന്നെ വേണം. ഒരാഴ്ചയായിട്ട് വിട്ടുമാറാത്ത പനി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിനുള്ള ഒരു ആന്റിബയോട്ടിക് മറ്റു മരുന്നുകളും കഴിക്കുക തന്നെ വേണം. ശരി ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട്, സുധ ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. ക്ഷമിക്കണം, സുഭാഷ് ആണ് കേട്ടോ, സുഭാഷ് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. വൈഫിന് ഇപ്പോ ഇടയ്ക്ക് ശ്വാസം മുട്ട് വന്നു. അങ്ങനെ സാധാരണ വരുന്നതല്ല, ഇടയ്ക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ കോവിഡ് ഒന്നുമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പനിയല്ല. പക്ഷെ ഈ ശ്വാസം മുട്ട് കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോ അത് വളരെ കുറവുണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം. പക്ഷെ ഇനി അത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എത്ര കാലമായിട്ട് ശ്വാസം മുട്ടലുണ്ട്? ഇല്ല, ഈ അടുത്ത സമയത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടൽ കണ്ടത് എത്ര കാലമായി? 1 മാസം അല്ലെങ്കിൽ 6 മാസം? ഒരു മാസത്തിന് മുമ്പാണ്. 1 മാസത്തിൽ. ആ സമയത്ത് ഓക്സിജന്റെ അളവ് ഡോക്ടറെ ഒരു പ്രാവശ്യം കാണിച്ചപ്പോൾ ഓക്സിജന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞ് പിന്നെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നും അത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇടയ്ക്ക് തുമ്മലും അതും ഇതൊക്കെ വരുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് രാവിലെ കഴിക്കുമ്പോഴേക്കും അങ്ങനെ ചെറിയ ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് എത്ര പ്രായമുണ്ട് വൈഫിന്? 54 വയസ്സ്. 50. പ്രമേഹമോ മറ്റു അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മറ്റു അസുഖങ്ങളൊന്നുമില്ല. വേറെ ഒരു അസുഖത്തിന് സ്ഥിരമായി മരുന്നൊന്നും കഴിക്കുന്നില്ല?
ഇല്ല 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 ഇല്ല. മുന്നേ ക്ഷയമോ അതുപോലെ ചെറുപ്പത്തിൽ അതൊക്കെ ചെക്ക് ചെയ്തു, അതൊന്നുമില്ല. മുന്നേ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല 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 വന്നിട്ടില്ല. ഇല്ല. ഈ തുമ്മല് ഇടയ്ക്കൊക്കെ വരാറുണ്ട്, പൊടി ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളപ്പോൾ വരാറുണ്ട്, പുക അങ്ങനെ അടിക്കുന്നതിനൊക്കെ വരാറുണ്ട്. ഓക്കെ. വീട്ടിൽ പുക വലിക്കുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല 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 പുക വലിക്കുന്നവരില്ല. നമുക്ക് ചോദ്യം ഇതായിരുന്നു, നമുക്കിത് ഇനിയും വരാൻ സാധ്യതയുണ്ടോന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടാണ് കാണിച്ചത്. സാധാരണഗതിയിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് കാണിക്കണമെങ്കിൽ ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വന്ന് ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കയറാത്തത് കൊണ്ടാണ് നമ്മൾ വിരലിൽ വെച്ച് നോക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ ഒരു ന്യൂമോണിയ ഉണ്ടാവാം. അത് അന്നത്തെ ചികിത്സയുടെ റിപ്പോർട്ട് എന്താന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ ഇത് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ലങ്സിന്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കണം. ലങ്സിന്റെ ഫംഗ്ഷന് കുറവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡസ്റ്റ് അലർജി ഉള്ളൊരു വ്യക്തിയാണ്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് ആസ്മ പോലത്തെ അസുഖങ്ങൾ ആദ്യമായിട്ട് പ്രകടമാവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്വാസനാളങ്ങളെ ഈ അലർജി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. ശ്വാസനാളങ്ങളുടെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ അസസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ഇത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഡയഗ്നോസിസിലേക്ക് എത്തണം. അതിനുവേണ്ടി ഒരു ലങ്സിന്റെ ഒരു എക്സ്റേയും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷനും നമ്മൾ നോക്കുക. ഡയഗ്നോസിസ് ആയതിനു ശേഷം നമ്മൾ ഇത് ഇനിയും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ മെഡിസിനുകൾ എടുക്കുക. അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അത് നമ്മളുടെ ലങ്സിന്റെ ഫംഗ്ഷൻ കുറയ്ക്കാതിരിക്കാൻ സഹായിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും നമുക്ക് വാക്സിനേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഫ്ലൂ ആൻഡ് ന്യൂമോകോക്കൽ ഇതും കൂടെ എടുത്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം തന്നെ ലങ്സിന്റെ ഫംഗ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ശരി ശരി ഡോക്ടർ. ഒരു കോളർ കൂടി ഉണ്ട്. കല ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ സ്ഥിരമായിട്ട് മോണ്ടക് സോഡിയം ടാബ്ലറ്റ് കഴിക്കുകയാണ്. എനിക്ക് ഒരു ഉച്ചയാവുമ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം മുട്ടലും. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. എനിക്ക് ഉച്ചയാവുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് അനുഭവം. അതായത് ഇങ്ങനെ ചെസ്റ്റിന്റെ അങ്ങോട്ട് കഫം കെട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും വെപ്രാളമായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. അപ്പം ഞാൻ അതിന് ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് മോണ്ടിലുക്കോ സോഡിയം എന്ന ടാബ്ലറ്റ് ആണ് എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കൊറോണയ്ക്ക് മുന്നെയാണ് ഡോക്ടറെ കണ്ടത്. പിന്നെ എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. പിന്നെ അതെനിക്കിപ്പം ഒന്നിരാടെ ഒരിക്കൽ കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടും നടക്കാനോ ഒന്നിനും പറ്റാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുകയാണ്. ഇത് സ്ഥിരമായിട്ട് ഈ ഗുളിക കഴിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ആദ്യം തന്നെ ഈ ഉച്ച സമയത്ത് മാത്രമാണോ അതോ രാവിലെയോ രാത്രിയോ എപ്പോഴെങ്കിലും ഇതുപോലെ ശ്വാസം മുട്ടലോ നെഞ്ചത്ത് കഫം കെട്ടിക്കിടക്കുന്ന ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? ഇല്ല, എനിക്ക് ശരിക്കും തോന്നുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്കിങ്ങനെ ഭയങ്കര ശ്വാസമൊക്കെ വന്നിട്ട് അടഞ്ഞിട്ട് ലെങ്സ് ഒക്കെ അടയുന്ന പോലെ തോന്നുന്നു. എനിക്കൊരു അല്പം പോലും നടക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയോ. ഈ ഗുളിക കഴിക്കുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറുകയും ചെയ്യുന്നുണ്ട്. പൊടിയൊക്കെ എപ്പോഴും ഭയങ്കര അലർജിയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്, അത് ആസ്മയാവാം, COPD ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഇത് കൃത്യമായിട്ടും എന്താണെന്ന് നമുക്കൊരു ഡയഗ്നോസിൽ എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലങ്സിന്റെ ഫംഗ്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്റേയും എടുത്തു നോക്കണം. അലർജി ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് അതിന്റെ അളവുകൾ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ ചികിത്സ നമുക്ക് തരാൻ പറ്റൂ. മോണ്ടിലൂക്കാസ്റ്റ് എന്നീ ഗുളിക നമ്മൾ ഒരു ഡയഗ്നോസിസ് ആവാതെ സ്ഥിരമായി കഴിക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി അല്ല. അത് അന്ന് ആ സമയത്ത് ഒരു ശമനത്തിന് വേണ്ടിയിട്ടാണ് തന്നത്. പക്ഷെ രോഗം എന്താന്ന് പൂർണ്ണമായിട്ടും നിർണയിച്ചതിന് ശേഷം ഇത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നോക്കുന്നതാണ് നല്ലത്. അറിയാതെ അത് ഡയഗ്നോസിസ് ഇല്ലാതെ അതിങ്ങനെ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം കൂട്ടാനുള്ള സാധ്യത ഉണ്ടാക്കും. കുറെ കാലം കഴിയുമ്പോൾ ഈ മരുന്നുകൾ എഫക്ട് ചെയ്യാതെയാവും. അതുകൊണ്ട് ആദ്യം തന്നെ ലങ്സിന്റെ ഫംഗ്ഷൻ നോക്കി അതിന്റെ പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് എത്തിയതിനു ശേഷം ഈ മരുന്ന് ഇനി തുടരണോ എന്നുള്ളത് തീരുമാനിക്കണേ. ശരി ശരി ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഈ പറയുന്ന കഫക്കെട്ടിനെ കുറിച്ച്. ഇപ്പം നേരത്തെ ഇപ്പോൾ വിളിച്ച കോളറോടും ഡോക്ടർ പറഞ്ഞു കഫക്കെട്ട് ഇപ്പം ലേഡീസിനാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ കൂടുതൽ വരുന്ന പോലെ തന്നെ ലേഡീസിനും ഉണ്ട് ഇപ്പോൾ കഫക്കെട്ട്. പുകവലിക്കാത്തവരിലും കണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് വരാം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമായി. ഡോക്ടർക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
ഡോക്ടർക്കിലേക്ക് വീണ്ടും. ഡോക്ടറെ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയം തന്നെയായിരുന്നു അത്. ഈ പറയുന്ന സ്ത്രീകളിൽ ഉൾപ്പെടെ കഫക്കെട്ട് വരുന്നുണ്ട്, പുകവലിക്കാത്തവരിൽ പോലും. ഇപ്പോൾ നേരത്തെ ന്യൂമോണിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പേരാണ് ന്യൂമോകോക്ക് എന്ന് പറഞ്ഞ വാക്സിൻ. ആ വാക്സിനെ കുറിച്ചൊന്ന് കൂടുതലായിട്ടൊന്ന് പറയുമോ? നമുക്ക് 2 തരത്തിലുള്ള വാക്സിനേഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലൂ വാക്സിൻ, അതിന്റെ കൂടെ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ. ഇതിൽ ഫ്ലൂ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കഫക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത. ഇത് കൊടുക്കുന്ന ഫ്ലൂ വാക്സിൻ ആണ്. ഫ്ലൂ ആണ് നമുക്ക് എല്ലാ സീസണൽ വേരിയേഷനിലും ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ. ഇത് ഓരോ വർഷവും പുതിയ സ്ട്രെയിൻ, ഈ വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പൊ പുതിയ സ്ട്രെയിൻ വരും. അപ്പൊ ആ പുതിയ സ്ട്രെയിനനുസരിച്ചിട്ടുള്ള വാക്സിനേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്കൊരു മൺസൂൺ സീസണും ഉണ്ട് ഇവിടെ, ഒരു വിന്റർ സീസണും ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇത് മിക്കവരും എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്നാൽ ഇതിന് പ്രത്യേകിച്ച് കുറച്ച് ഒരു കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് ഇതെന്തായാലും എടുക്കണമെന്ന് ഒരു നിബന്ധനയുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവര്, അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവര്, ഹാർട്ടിന് അസുഖമുള്ളവര്, വൃക്ക, അതുപോലെ കരളിന് അസുഖമുള്ളവര്, ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരും, അതുപോലെ ക്യാൻസർ പോലെ അസുഖങ്ങൾ ഉള്ളവർ. പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് എടുക്കേണ്ടത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓപ്ഷണലായിട്ടും ഈ വാക്സിനേഷൻ എടുക്കാം. ഇത് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ അണുബാധ വരികയില്ല എന്നുള്ളതല്ല. പക്ഷെ വരുമ്പോൾ അത് വളരെയധികം ശക്തിയുള്ള അണുബാധയായി ലങ്സിന് ന്യൂമോണിയ, അതുപോലെ ARDS എന്നിങ്ങനെ ജീവന് അപകടം വരുന്ന രീതിയിലുള്ള ഒരു അസുഖമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ശക്തിയുള്ളൊരു ഇൻഫെക്ഷനായി മാറാതിരിക്കാനുമാണ് നമ്മൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ, ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ അടുത്ത് കോവിഡ് ബാധിച്ച പലരിലും ഈ പറയുന്ന ന്യൂമോകോക്കൽ വാക്സിൻ എടുത്തവർക്ക് അത്രത്തോളം പ്രശ്നം ഉണ്ടായില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോളർ ഉണ്ട് ഇടുക്കിയിൽ നിന്നും, ചാക്കോച്ചൻ. ചാക്കോച്ചൻ ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, എനിക്ക് ഈ 1 വർഷമായിട്ട് അപ്പോൾ ജലദോഷമാണ്, മൂക്കടപ്പ് ജലദോഷമാണ്. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്, ഷുഗറിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ ഈ ഉറക്കത്തിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ വേദനയുണ്ട്. ഇങ്ങനെ പല അസുഖങ്ങളുണ്ട്. എന്താണ് ജോലി? ജോലി എനിക്കിപ്പം ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടറെ. ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ജോലിയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് 74 വയസ്സായി. അതുകൊണ്ട് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഇതിനു മുമ്പ് എനിക്ക് ഈ 10 മീൻകത്തോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറമ്പിപ്പണി ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കുടുംബമൊക്കെ 2019 മരിച്ചുപോയി. ഇപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ഡോക്ടറെ. ഞാൻ തന്നെ ജീവിക്കുന്നേ. പുകവലി ഉണ്ടായിരുന്നോ? പുകവലി ഉണ്ട് കേട്ടോ. നടക്കുമ്പോ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടലോ വരുന്നുണ്ടോ? ശ്വാസം മുട്ടലൊന്നുമില്ല ഡോക്ടറെ. ശ്വാസം മുട്ടലൊന്നുമില്ല. പുകവലി ഉണ്ടായിരുന്നു. ഷുഗർ ഉള്ള വ്യക്തിയാവുമ്പോൾ നമുക്ക് സ്ഥിരം വിട്ടുമാറാത്ത മൂക്കടപ്പ് വരികയാണെങ്കിൽ നമുക്ക് മൂക്കില് ദശ വളർച്ചയുണ്ടോ എന്നുള്ളത് നോക്കണം. തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ തണുപ്പിനോടുള്ള അലർജി കാരണം കൊണ്ട് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇതുപോലെ തുമ്മല്, അതുപോലെ മൂക്കടപ്പ് വരുമ്പോൾ മൂക്കിന്റെ ഉള്ളിൽ ദശ വളരാനുള്ള സാധ്യതയുണ്ട്. അതിന് പോളിപ്സ് എന്ന് പറയും. വലിയ പ്രശ്നമില്ലാത്ത ദശകളായിട്ടാണ് വളരുന്നത്. എന്നാൽ അവ മൂക്ക് അടപ്പ് ഉണ്ടാക്കാനും നമുക്ക് ഈസി ആയിട്ട് ശ്വസിക്കാനും തടസ്സം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മൂക്കിന്റെ 2 ഭാഗത്തും നെറ്റിയിലുമായിട്ട് സൈനസ് ഗ്രന്ഥികളുണ്ട്. ഈ സൈനസ് ഗ്രന്ഥികളിലേക്ക് അലർജി കയറി ചെന്ന് അവിടെ കഫം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴും ഇതുപോലെ മൂക്കടപ്പ് വരും. എപ്പോഴും കഫക്കെട്ട്, എപ്പോഴും മൂക്കടപ്പ്, തുമ്മല് എന്നീ ലക്ഷണങ്ങളോട് കൂടി. കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയുന്നതാണ് ഫംഗൽ അണുബാധകളെ കുറിച്ച്. ഈ ഫംഗൽ അണുബാധകളും നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ, കോവിഡ് വരാത്തൊരു വ്യക്തിക്കും ക്രോണിക് ആയിട്ട് ഇതുപോലെ സൈനസൈറ്റിസ്, കുറെ കാലങ്ങളായിട്ട് ഇതുപോലെ സൈനസൈറ്റിസ് വരികയാണ്, ഷുഗർ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂക്കിൽ ഫംഗസ് അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അലർജിയുടെ ഗുളിക നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ചെറിയ നേസൽ സ്പ്രേസ് ഉപയോഗിക്കാം. പക്ഷെ ഇവയെല്ലാം ഒരു നിശ്ചിത അളവിന് മുകളിൽ ഒരു വിദഗ്ധ ചികിത്സ അല്ലെങ്കിൽ വിദഗ്ധരുടെ ഒപ്പീനിയൻ ഇല്ലാതെ കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് മൂക്ക് പരിശോധന ചെയ്യണം. മൂക്കിന്റെ ഉള്ളിൽ ദശ വളർച്ചയുണ്ടോ, അതോ എന്താണ് അവിടെ പ്രശ്നം എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റൂ.
അലർജിയുടെ ഗുളികകൾ കഴിക്കുന്നതോടുകൂടി നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയും. എന്നാൽ അതൊരു ലോങ് ടേം ബെനിഫിറ്റിൽ നമുക്ക് ഗുണം ചെയ്യുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചാക്കോച്ചൻ ചെയ്യേണ്ടത്. ശരി ഡോക്ടർ. ഡോക്ടർ, ഈ പറയുന്ന നമ്മളെ വിളിച്ച ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രോഗികളാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, അവർ പുകവലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പുകവലി നിർത്താതെ ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും മാറാൻ ചാൻസ് വളരെ കുറവാണ്. അതോടൊപ്പം ഈ ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ ഈ പറയുന്ന ചില ആളുകൾ ഈ കോഴിമുട്ട അല്ലെങ്കിൽ പുഴുങ്ങിയതൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് കഫക്കെട്ട് വരാറുണ്ട്. ഈ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇത്തരം രോഗങ്ങളെ ബാധിക്കാറുണ്ടോ? നമുക്ക് ഫുഡ് അലർജി ഒരു വലിയൊരു അലർജി ഉള്ളവർക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഏറ്റവും കോമൺ ആയിട്ട് അലർജി ഉണ്ടാകുന്നത് പാലിലുള്ള പ്രോട്ടീൻ, അതുപോലെ മുട്ട, മീറ്റ്, പീനട്ട്, കപ്പലണ്ടി, മറ്റ് നട്ട്സ്, അതുപോലെ ഗോതമ്പ്, സോയാബീൻ എന്നിങ്ങനത്തെ വസ്തുക്കളോട് കൂടിയാണ് ഏറ്റവും കൂടുതൽ അലർജി മിക്കവരിലും കാണുന്നത്. സിട്രസ് ഫ്രൂട്ട്സ്, ഷെൽ ഫിഷ്. അപ്പൊ ഇതിലെല്ലാം പ്രോട്ടീനാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. ഓരോ വ്യക്തിയും യുണീക്കാണ്. അവരവരുടെ ശരീരത്തിലുള്ള ഘടന ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് പാലിനോട് അലർജി ഉണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അതിനോട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഏത് വസ്തുവിനോടാണ് അലർജി ഉള്ളത് ആ വസ്തു നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കഫക്കെട്ട് കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഓരോ വ്യക്തിയിലും ഓരോ പോലെയാണ് ആ അലർജി പ്രകടമാണ്. ചിലവർക്ക് ശ്വാസം മുട്ടലായിട്ട്, ചിലവർക്ക് ഛർദി ആയിട്ടായിരിക്കും, ചിലർക്ക് ഡയറിയ ആയിരിക്കും, വയറുവേദന, അങ്ങനത്തെയൊക്കെ മേത്ത് സ്കിന്നിൽ വലിയ വലിയ വട്ടത്തിലുള്ള ചുവന്ന് തടിച്ചു കൊണ്ടുവന്ന അർട്ടിക്കേരിയ എന്ന് പറഞ്ഞ റാഷ് ആവാം. ഇങ്ങനെ ഓരോ വ്യക്തിയിലും അത് പുറത്തേക്ക് കാണിക്കുന്ന രീതി പലതരത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് വസ്തു കഴിക്കുമ്പോഴാണ് അലർജി ഉണ്ടാവുന്നത് ആ പ്രോട്ടീൻ പിന്നെയും ശരീരത്തിൽ ചെന്ന് അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പൊ ആ വസ്തു നമ്മൾ അവോയ്ഡ് ചെയ്യാം. പാല് ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അലർജി അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാവണം എന്നില്ല. ശരി ഡോക്ടർ. ഇപ്പോൾ അത് തന്നെ കറക്റ്റാണ്. ചില ആളുകൾക്ക് പാല് കുടിക്കുമ്പോഴാണ് പറയാറുള്ളത്, ചിലർ മുട്ട പുഴുങ്ങിയത്, ഇപ്പോൾ എല്ലാ രീതിയിലും ഉണ്ട്. അതോടൊപ്പം ഈ ചില ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം ഈ പറയുന്ന ചുമ അല്ലെങ്കിൽ കുത്തിയുള്ള ചുമ, കഫക്കെട്ട്, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കഫം ഇളകുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായതാണോ അതോ പൊതുവെ ഇങ്ങനെയാണോ അതിൻ്റെ ഒരു സാധാരണ? അതെ, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ തൊണ്ടയിൽ കഫമുണ്ട് എന്നുള്ള ഫീലിംഗ് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം നോക്കേണ്ടത് സൈനസൈറ്റിസ് പോസ്റ്റ്നേസൽ ഡ്രിപ്പ് ഉണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിന്റെ 2 ഭാഗത്തും അതുപോലെ തന്നെ നെറ്റിയിൽ ഒരു ഫ്രോണ്ടൽ സൈനസും മറ്റേ മാക്സിലറി സൈനസുകളും ഉണ്ട്. ഇവയിലുള്ള കഫം നമ്മൾ കിടക്കുമ്പോഴാണ് മൂക്കിന്റെ ബാക്കിലൂടെ ഡ്രെയിൻ ചെയ്ത് തൊണ്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഫീലിങ്ങും പെട്ടെന്ന് നമുക്കൊരു ചുമ ആയിട്ട് വരികയും നമ്മൾ കാണുന്നു. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് COPD, ആസ്മ എന്നീ അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും ഏർലി മോർണിംഗിൽ ആ ടെമ്പറേച്ചർ ചേഞ്ചസ് വരുമ്പോൾ കഫത്തിന്റെ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് കൂടുതലായിരിക്കും, അലർജിക് ആ ഒരു റിയാക്ഷനും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഏർലി മോർണിംഗിൽ ഒരു ചുമയായിട്ട് നമ്മളത് കാണപ്പെടുന്നു. ഇത് ഏതാണെന്നുള്ളത് വ്യത്യസ്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് ഓരോ അവയവങ്ങളെയും നോക്കി മാത്രമേ അതിലൊരു ഇൻഫറൻസിലെത്താൻ പറ്റൂ. ഡോക്ടറെ, സമയക്കുറവ് മൂലമാണെന്ന് നിർത്തുന്നത്. നമുക്ക് ഈ വിഷയം വീണ്ടും സംസാരിക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന ന്യൂമോണിയ ആണെങ്കിലും കഫം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ബ്രോങ്കൈറ്റിസ്, COPD ഇതെല്ലാം ഓരോ ദിവസവും വ്യത്യസ്തപരമായിട്ട് തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. സമയക്കുറവ് മാത്രം ഇടപെടുകയാണ്. വന്നതിൽ വളരെ സന്തോഷം. ഡോക്ടർക്ക് അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.